പാനിപ്പൂരി റെഡിയാക്കാനായിട്ട് ഒരു പാക്കറ്റ് മിക്സർ, പിന്നെ വാളംപുളി, ശർക്കര, ശകലം മുളക് പൊടി, ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളം, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, പാനിപ്പൂരിയുടെ പപ്പടം അതാണെങ്കിൽ റെഡിമെയ്ഡാണ്. അത് എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ ശർക്കരയും എല്ലാം ഉരുക്കി പുളിയും കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു. ഇതാ പപ്പടം നല്ലതുപോലെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തിലേക്ക് ഉള്ള മസാലക്കൂട്ട് റെഡിയാക്കുമായിരുന്നു. അതായത് നിറയെ മല്ലിയില, പുതിനയില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞു പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അടിച്ചെടുത്ത് അതൊന്ന് അരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുവാണ്. എന്നിട്ട് നമ്മൾ നിറയെ തണുത്ത പച്ചവെള്ളം, ഫ്രിഡ്ജിലിരുന്ന തണുത്ത പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് അതിനകത്തിലെ ആ കരടെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് അരിച്ചെടുത്തു. അതിനകത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒരു തവി വെച്ച് ഇളക്കി മിക്സ് ചെയ്തെടുക്കും. പക്ഷേ ഈ സമയത്ത് ഭയങ്കര കയ്പ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് നോക്കിയപ്പോൾ ചെറിയ കയ്പ്പ് പോലൊക്കെ തോന്നി. കാരണം ഒരു ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ പാനിപ്പൂരിയുടെ മസാല ഇട്ടപ്പോൾ ഇതിൻ്റെ ലെവൽ അങ്ങ് മാറി കേട്ടോ. ഇതിനിപ്പം വീണ്ടും ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടെല്ലാം എനിക്ക് തന്നത് എൻ്റെ ഫ്രണ്ട് ഷീബയാണ്. ഷീബ തന്നതാണ്. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന പാനിപ്പൂരി മസാലയാണിത്, ചാട്ട് മസാല. അത് ഒരു സ്പൂൺ ഇട്ടു. മിക്സ് ചെയ്തപ്പം ഭയങ്കര ഒരു മണവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഉരുളക്കിഴങ്ങ് വേവിച്ച സൈഡിലിരുന്ന ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തു. പിന്നെ മിക്സ് ചെയ്യുന്നു, കഴിക്കുന്നു. അതുപോലെ തന്നെ മിക്സ്ചറിനകത്തിരുന്ന കപ്പലണ്ടിയും പൊരി പോലുള്ള ബാക്കി സാധനങ്ങളെല്ലാം ഞങ്ങളങ്ങ് മാറ്റിയായിരുന്നു. കാരണം അതൊക്കെ ഇടുമ്പോൾ അത് വേറെ ടേസ്റ്റ് മാറുമല്ലോ. ആ സേവ പോലെ ഇരിക്കുന്ന സാധനം മാത്രം എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വേവിച്ച് വെച്ച് അത് ആദ്യം അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ശകല സവാള ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മിക്സ്ചറിൻ്റെ അത് കുറച്ച് വാരിയിട്ടു. പിന്നെ നമ്മുടെ പുളിവെള്ളം, അത് കണ്ടപ്പോഴേ വായി വെള്ളം വന്നു. പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പാനിപ്പൂരിയുടെ ആ വെള്ളം, അതാണല്ലോ ഹൈലൈറ്റ്. സത്യം പറയാമല്ലോ, പാനിപ്പൂരി കഴിച്ച് വായിലെ തൊലി പോയി. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.